സെക്കൻഡ് സെമിസ്റ്റർ AEC കൊമേഴ്സിൽ പഠിക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ ഗിഫ്റ്റ് ഓഫ് ദി മെഡ്ജൈ എന്ന് പറഞ്ഞിട്ട് ഹെൻറിയുടെ. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ദി മെഡ്ജൈ എന്നുള്ള ടൈറ്റിൽ ടേക്കൺ ഫ്രം ബൈബിൾ. അതായത് ക്രിസ്തുമസിൻ്റെ ടൈമിൽ, അതായത് യേശു ജനിച്ച ടൈമിൽ യേശുവിനെ കാണാനായിട്ട് 3 ആളുകൾ സ്റ്റാറിനെ നോക്കി വരുന്നുണ്ട്. അവരെന്താണ് ഗിഫ്റ്റായിട്ടാണ് വരുന്നത്. സോ അതിൻ്റെ സിമ്പിളായിട്ടാണ് ക്രിസ്മസിന് എന്ത് ചെയ്യുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെയാണ് ദ ഗിഫ്റ്റ് ഓഫ് മെഡ്ജൈ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൻറിയുടെ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ്. ഒരു ഭാര്യേൻ്റെയും ഭർത്താവിൻ്റെയും കഥയാണ് പറയുന്നത്. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും 2 പേർക്കും പ്രിയപ്പെട്ട സാധനങ്ങളുണ്ട്. അപ്പോൾ അവരൊരു വീട്ടിലാണ് താമസം. അധികം പൈസയൊന്നും ഇവരുടെ കയ്യിലില്ല. നമ്മുടെ ഭാര്യ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് നോക്കുന്ന ഒരു സീനാണ് തുടങ്ങുന്നത്. അതായത് ക്രിസ്മസിന് തൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിന്മേൽ ഒരു ഗോൾഡൻ വാച്ച് കിട്ടണം. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ഹസ്ബൻഡിന് കിട്ടിപ്പോകുന്നതാണ് ആ ഗോൾഡൻ വാച്ച്. അപ്പോൾ അതിനൊരു ഗോൾഡൻ ചെയിൻ വാങ്ങിച്ചു കൊടുക്കാം എന്ന് ഭാര്യ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 പൗണ്ടും 87 സെൻസുമാണ് ഇപ്പോൾ അവളുടെ കയ്യിൽ ബാക്കിയുള്ളത്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, അവൾക്ക് നല്ല മനോഹരമായിട്ടുള്ള മുടിയുണ്ട്. ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡിലുള്ള അരുവി പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മുടികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മുടി അവൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർലറിൽ പോയി വിൽക്കുകയാണ്. 20 പൗണ്ട്സിനാണ് വിൽക്കുന്നത്. അപ്പോൾ അവളുടെ കയ്യിൽ ഇപ്പോൾ 21 പൗണ്ട്സ് 87 സെൻസ് ഉണ്ട്. അങ്ങനെ ആ പൈസയ്ക്ക് എന്ത് ചെയ്യുന്നു, ഹസ്ബൻഡിനുള്ള ഈ ഒരു വാച്ചിനുള്ള ചെയിൻ അവൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അവൾ വീട്ടിലെത്തി. ഹസ്ബൻഡിനാണെങ്കിൽ ഇവളുടെ മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി തൊപ്പി വെച്ചിട്ടും സ്കാർഫൊക്കെ വെച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹസ്ബൻഡ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇവൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ മുടി ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡും ഈ സമയത്ത് വന്ന് ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഡൗട്ടിന്, മുടിയില്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കില്ലേന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് ഇവൾ പറയുന്നുണ്ട് മുടിയില്ലെങ്കിലും നീ സ്നേഹിക്കില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കണം, അയ്യോ മുടി വെട്ടിക്കളഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് പ്രസൻറ്റിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നുപോയി. എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു, അവളെ പ്രസൻറ്റ് കാണിക്കുകയാണ്. നിൻ്റെ വാച്ച്മിക്ക് ഇടാൻ വേണ്ടിയിട്ടാണിത്. സോ നിനക്കിനി നല്ല രസത്തിൽ ടൈം നോക്കുമ്പോൾ അവനൊരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹസ്ബൻഡ് അവൾക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് കാണിക്കുകയാണ്. ജ്വൽഡ് കോമ്പാണ് വാങ്ങിച്ചേക്കണത്. അതായത് കല്ലുമുത്തൊക്കെ പതിച്ച ഒരു ചീർപ്പാണ് അവൾക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചേക്കണത്. 2 പേരുടെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടാണ്ട് പോവുകയാണ് ഉണ്ടാവുന്നത്. അതായത് ഹസ്ബൻഡാണെങ്കിൽ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചത്, ഈ ഒരു ചീർപ്പ് വാങ്ങിച്ചത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു ഗോൾഡൻ വാച്ച് വിറ്റുകൊണ്ടായിരുന്നു. അതുപോലെ ഭാര്യ ഹസ്ബൻഡിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചത് അവളുടെ ഏറ്റവും അവളുടെ ഏറ്റവും ഭംഗിയില്ല ആ ഒരു മുടി മുറിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ചീർപ്പ് കിട്ടിയിട്ട് ഉപകാരമില്ല, അവിടെ ചെയിൻ കിട്ടിയിട്ടും ഉപകാരമില്ല. പക്ഷെ അവരുടെ ആ ഒരു സ്നേഹം, അതായത് തങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കളെ ത്യജിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, പരസ്പരം ഗിഫ്റ്റ് വാങ്ങിക്കുന്നു. അതാണ് ഗിഫ്റ്റ് ഓഫ് മെഡ്ജൈ.